ഗുഡ് മോർണിംഗ്. സൺഡേ ആയതുകൊണ്ട് ഇന്ന് എല്ലാവരും പതിയാണ് എണീറ്റ് വന്നത്. അപ്പോൾ വെളിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഒരു പൂ നിൽക്കുന്നു, ഒരു നല്ലൊരു റോസപ്പൂ. അത് വിരിഞ്ഞിങ്ങനെ ഫുൾ വിരിഞ്ഞ് നിൽക്കുവാണ്. നാളെയോ മറ്റന്നാളോ അത് പോവും. അപ്പോൾ എങ്കിൽ അതും ഇവിടെ എടുത്ത് ഒരു ഫ്ലവർ വേസ് ഉണ്ടാക്കി അകത്ത് വെച്ചാലോ എന്ന് ഓർത്തു. അപ്പോൾ അതിൻ്റെ കൂടെ വെക്കാനുള്ള 1-2 ചെടികളാണ് ഇപ്പോൾ വെട്ടുന്നത്. ഇങ്ങനെ ചെടി മുറിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമല്ലെന്നറിയാം. എങ്ങാനും റോസ് എന്തായാലും ഇന്നും കൂടിയുള്ള അതിൻ്റെ ആ ഒരു ഭംഗി നിൽക്കുന്നത്. നാളെ അത് അടന്നു പോകും. അത് കാരണമാണ് പറിക്കാൻ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ വെക്കാൻ 1-2 ഇലച്ചെടികളൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കുവാണ്. റോസ് എപ്പോഴും അകത്ത് വയ്ക്കുന്ന ഒരു പ്രത്യേക ഭംഗിയല്ലേ, എല്ലാവർക്കും അത് ഇഷ്ടമാവും. അപ്പോൾ അതിൻ്റെ കൂടെ 1-2 വേറെ ഓർക്കിഡ് ഉണ്ടായിരുന്നു, ഒരു യെല്ലോ ഓർക്കിഡ്. അതുമൊക്കെ ഇങ്ങനെ കണ്ടു. അതിൻ്റെ ഇത് കഴിഞ്ഞു, എല്ലാ പൂക്കളും വിരിഞ്ഞു, ലാസ്റ്റ് സ്റ്റേജാണ്. ഇല്ലാതെ പറിച്ചാൽ അമ്മ നല്ല ഈത്ത പറയും. റോസും എടുക്കുന്ന കണ്ടപ്പോൾ അമ്മ ഒന്ന് വഴക്കിട്ടു. ഞാൻ പറഞ്ഞു എന്തായാലും അത് നാളെ കൂടെ ഉള്ളൂ, അത് കഴിഞ്ഞാൽ പോവും. അതേസമയം ഇതെടുത്ത് ഒരു വെള്ളത്തിൽ ഇത്തിരി ഷുഗർ ഇടണം. വെള്ളത്തിൽ എപ്പോഴും ഇച്ചിരി ഷുഗർ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെടിയാണോ അത് അതിലിട്ടാൽ ഒരു 2 വീക്സ് അത് വാടാതെ നിൽക്കും. അപ്പം നാളെ എന്തായാലും ഇത് ഇവിടെ നിന്ന് പോകുന്നതിന് നല്ല നമുക്ക് അകത്ത് ഒരാഴ്ച കൊണ്ട് അതിന് നിർത്താലോ എന്ന് പറഞ്ഞാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആൾ, ഇതാണ് ഇന്നത്തെ പ്രധാന ആൾ. ഇത് മുറിക്കുന്ന കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല വഴക്ക് കിട്ടി. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ കൊണ്ടത് മൊത്തം വിരിഞ്ഞ്, ഇനി ഒട്ടും വിരിയാനില്ല. അത് ഇനി അവിടെ നിന്നാൽ നാളെ അത് പോകത്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ഷുഗർ ഇട്ടിട്ടുണ്ട്, കുറച്ച് ഷുഗർ മതി, 1 സ്പൂൺ ഷുഗർ ഇട്ടിട്ടുണ്ട്. അതിട്ട് ഇളക്കി വെച്ചേക്കുക, അത് ഡൈല്യൂട്ടായി. എന്നിട്ട് അതിൽ നിങ്ങൾ എന്ത് പ്ലാന്റ്സ് ഇട്ട് വെച്ചാലും, റൂട്ടഡ് പ്ലാന്റ്സ് അല്ലാതെ ഇപ്പോൾ ഡെക്കറേഷൻ വെക്കുന്ന റൂട്ടഡ് പ്ലാന്റ്സ് ഞാനിതൊരു ഇട്ട് നോക്കിയിട്ടില്ല കേട്ടോ. അല്ലാതെ ഏത് പ്ലാന്റ്സ് ഇട്ടാലും ഒരു 1.5-2 വീക്സ് മാക്സിമം അത് വാടാതെ നിൽക്കും. ഇപ്പോൾ നമ്മൾ നോർമൽ വെള്ളത്തിലിടുന്നതിലും ഒരു കുറച്ചുകൂടെ ലോങ് ടൈമായിട്ട് നിൽക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉടനെ ചെടിയും പൂവൊന്നും പറിച്ച് വെക്കണ്ട. ഇതുപോലെ ലാസ്റ്റ് സ്റ്റേജിലായ പൂക്കളൊക്കെ എടുത്ത് വെച്ചാൽ കുറച്ച് നാളും കൂടെ അത് നിൽക്കും. അതിൻ്റെ ഭംഗിയോടെ നമുക്ക് അകത്തും വെക്കാം. അപ്പം ഞങ്ങൾ വീട്ടിലാരെങ്കിലും ഗസ്റ്റ് വരുവാണെങ്കിലൊക്കെ നമ്മളിങ്ങനെ ചെയ്യാറുണ്ട്. ഇന്നിപ്പം ഗസ്റ്റൊന്നും വരുന്നില്ല, പക്ഷെ ആ പൂ എന്തായാലും വിരിഞ്ഞ് പോവുമല്ലോ എന്ന് ഓർത്തപ്പോൾ ഞാൻ സെറ്റ് ചെയ്തെടുത്തതാണ്. കണ്ടോ, ഇനി ആ കുറച്ച് ഇലച്ചെടികളാണ് കൂടുതലും വെക്കുന്നത്. വേറെ പൂവിന് കൈവച്ചാൽ പ്രശ്നവും. അത് കാരണം ആ ഓർക്കിഡും കുറച്ച് ഇലച്ചെടികളും വെച്ച് എൻ്റെ കഴിവിന് പരമാവധി അത് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. എങ്ങനെ ചെയ്താലും പൂക്കൾ എങ്ങനെ അറേഞ്ച് ചെയ്താലും ഭംഗിയല്ലേ. നമുക്ക് തിരിച്ചും മറിച്ച് എങ്ങനെ വെച്ച് നോക്കിയാലും അത് ഭംഗിയാണ്. പിന്നെ ഈ വെള്ളം കുറച്ച് ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് ഒന്ന് ഇച്ചിരി ചെറുതായിട്ടൊന്ന് അത് പറ്റിപ്പോവും. അന്നേരം അതിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒഴിക്കാം. ഇപ്പം അത്രയും ലോങ് ടൈം വെക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം ഒരു 3 വീക്സ് ഇരുന്നുമ്പോൾ ഞാൻ വെച്ചിരുന്നു ഈ ഗ്ലാസ്സിൽ ഓൾറെഡി. ആ ഇല ഇപ്പോഴും വാടിയിട്ടില്ല, പക്ഷെ ഞാൻ എടുത്ത് മാറ്റിയതാണ്. അത് ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ ഇരിപ്പുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഷുഗർ ഇട്ട് ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് ഫ്ലവർ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും, എത്ര നാളല്ല 2 വീക്സ് വരെ ഇരിക്കും. ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ.